ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എപ്പോഴും തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് പുട്ട്, അല്ലെങ്കിൽ പൂട്ട എന്നൊക്കെ പറയും. അപ്പോൾ ആ പുട്ട് ഇരിച്ചിട്ട് ബാക്കി വന്നാൽ, അല്ല പുട്ട് കഴിക്കാൻ മടിയുള്ളവർക്ക് വേറൊരു രീതിയിൽ നമുക്ക് പുട്ടിനെ ആക്കിയെടുക്കാൻ പറ്റും, ഒരു ഉപ്പുമാവിൻ്റെ രീതിയിൽ. അത് പലർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും കുക്കിങ്ങിലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ രീതിയിൽ കേട്ടോ. ഇപ്പം ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ആ എണ്ണയൊന്ന് ചൂടാകുമ്പോഴേക്ക് അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് പിന്നെ ചേർക്കാനുള്ളത് ഉപ്പുമാവിന് ചേർക്കുന്ന അതേ സാധനങ്ങളൊക്കെ തന്നെയാണ്. വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ തന്നെയാണ് ചേർക്കേണ്ടത്, ഉള്ളിയൊക്കെ. ഇപ്പം ദേ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് കുഞ്ഞായിട്ട് മുറിച്ചതും ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, അതായത് ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് മുറിച്ചതും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ഉഴുന്നും കടുകും ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കണം. മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് കൊച്ചായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഉള്ളി 4ആയിട്ട് മുറിച്ചിട്ട് കനം കുറച്ച് അരിയുന്നതാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ പുറകെ പച്ചമുളക് എല്ലാം നമ്മൾ എടുത്ത് വെച്ചത് മുമ്പേ കാണിച്ചല്ലോ, അതെല്ലാം ഓരോന്നായിട്ടിട്ട് ഒന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് പുട്ടും ഉപ്പുമാവും ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ കറിയുടെ കൂടെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, പുട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിടാനുള്ളത് പച്ചമുളകും ഇഞ്ചിയുമാണ്. അപ്പോഴേക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ഒരു ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരോടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രയോജനപ്പെടാതിരിക്കത്തില്ല. അപ്പോൾ ആ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കുറ്റി പുട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വെജിറ്റബിൾസ് വല്ലതും നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ക്യാബേജ് കൊച്ചതായിട്ട് അരിഞ്ഞതോ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ, ക്യാബേജോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം, വൈകുന്നേരം ഈവനിങ്ങിൽ കഴിക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടാലും, അല്ല ഇനി ഒരു കറിയും ഇല്ല പഞ്ചസാര ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വഴറ്റുമ്പം തന്നെ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ പുട്ടിനും അത്യാവശ്യത്തിന് ഉപ്പുണ്ടല്ലോ. ഏറ്റവും അവസാനം വേണം നമുക്ക് കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പം ആ 2 കഷ്ണം പുട്ടും, അതായത് 1 കുറ്റി പുട്ടും അതിനകത്ത് ചെറുതായിട്ടൊന്ന് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ആ ഒരു ചൂട് തട്ടുമ്പോഴേക്ക് നമുക്ക് കുറേ കൂടെ പെട്ടെന്ന് ഉടയ്ക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി വരുമ്പോഴേക്ക് നമുക്കിത് ഡ്രൈ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം എടുത്തു വെച്ചിട്ട് അതൊന്ന് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ആദ്യം വഴറ്റിയില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, സവാളയുള്ളി എല്ലാം കൂടെ, അതൊക്കെ വഴറ്റി അത് കഴിഞ്ഞിട്ട് ഈ പുട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ഉപ്പുമാവ് റെഡി. ഇനിയും ഇത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് സെർവ് ചെയ്യാമേ. ദേ ആവി പറക്കുന്ന നല്ല ഒന്നാന്തരം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്